മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മേപ്പാടിയിലെ ക്യാമ്പിൽ കഴിയുന്ന 550-ലേറെ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത്. മേപ്പാടിയിലെ വിക്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. മേപ്പാടിയിലെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണവും ഇവർ തയ്യാറാക്കുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ അന്ന് തൊട്ട് ഇവരുടെ സേവനം മേപ്പാടിയിലുണ്ട്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്നും ഡോക്ടർ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ വന്നപ്പോൾ ഓരോ ക്യാമ്പിലും ഇതേപോലെ 80ഓളം ക്യാമ്പുകളുണ്ട്. ആ ഓരോ ക്യാമ്പിലും അവിടെ തന്നെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും വൃത്തിയായി വളരെ ശുദ്ധിയുള്ളൊരു സ്ഥലത്താണ് ഇവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഓഡിറ്റോറിയമാണ്, നമ്മുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ശരിക്കും ഒരു ക്യാൻറ്റീനാക്കി മാറ്റി. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്യാമ്പിൽ ആളുകൾ താമസിക്കുന്നത് ഇവിടെ ഈ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 500 പേരുണ്ടല്ലേ? 563 പേർക്കുള്ള ഭക്ഷണം അല്ലേ? ഇവർക്കുള്ള ഭക്ഷണം എത്ര നേരത്തെ നിങ്ങൾ കൊടുക്കുക? രാവിലെ, പിന്നെ ഉച്ചയ്ക്ക്, രാത്രി, പിന്നെ ഇടയ്ക്ക് ചായയും സ്നാക്സും. 4 മണിക്ക് ചായയും സ്നാക്സും കൊടുക്കും. ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് വിക്ടറി ക്ലബ്ബ് അല്ലേ? വിക്ടറി ക്ലബ്ബിലെ പ്രവർത്തകരാണ് ഇവരിൽ കൂടുതലും. മറ്റ് അല്ലാതെ സന്നദ്ധ സംഘടനയിൽപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒറ്റയ്ക്കതല്ലാതെ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളാണ്. അതെ, അത് അവരാണ് കിച്ചൻ്റെ ചാർജ് ആരാണ് ഇവിടെ? എന്ത് ചെയ്യുന്നു ഇതിന് മുമ്പ്? ഇത് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഒരു പരിപാടി? നമ്മൾ പെയിൻറ്റിങ് വർക്കാണ്. ഇപ്പോൾ ഇതിനോടൊപ്പം പാചകവും കുറച്ചൊക്കെ അറിയാം. പിന്നെ നമ്മൾ മെയിൻ ഷെഫാണ്. ഒന്ന് ബുഷീർ, പിന്നെ ഉമ്മർ എന്ന് പറയുന്ന ആൾ മുഖ്രി വന്നു പോയി. പിന്നെ ഞങ്ങൾ രാവിലെ എന്തൊക്കെയാണ് കൊടുക്കുക കാപ്പിക്ക്? രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഒരു കട്ടൻ ചായ കൊടുക്കും. പിന്നെ കട്ടൻ ചായ, ബിസ്ക്കറ്റും റസ്ക്, ബന്ന്, ബ്രെഡ്. രാവിലെ 6 മണിക്ക്. 7:30 മണിയാകുമ്പോഴത്തേന് പിന്നെ ഉപ്പുമാവ്, പിന്നെ എന്തെങ്കിലും കടികളൊക്കെ. ഉപ്പുമാവ് അല്ലല്ല, എൻ്റെ ദിവസമില്ല. ചിലത് ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി, പിന്നെ നൂൽപുട്ട്, വെള്ളപ്പം. ഇതിനുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. സാധനങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് സഹായത്തിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ തന്നെ നമ്മൾ പാകം ചെയ്തെടുക്കുന്നതാണ്. പാകം ചെയ്യും. ഉച്ചയ്ക്ക് ചോറ്, ഒരു കറി, ഒരു ഉപ്പേരി, ഒരു പപ്പടം. വൈകുന്നേരം ചായ, ചെറിയ സ്നാക്സ് ആയിട്ട്. ഇന്നത്തെ രാത്രി പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും ഒരു കുറുമയും. ആണോ? പൊറോട്ടയും ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ടോ? പൊറോട്ട ഇവിടെ അടിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഓഫർ കിട്ടിയതാണ്. പുറത്തുനിന്ന് വന്നതാണ്. ചപ്പാത്തിയും ഉണ്ടാക്കും. അതെ. എത്ര പേരുണ്ട് കിച്ചണിൽ പ്രവർത്തിക്കാൻ? കിച്ചണിൽ ഒരു 10-50 പേരുള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ട്. നമ്മളെ വിക്ടറി ക്ലബ്ബിൽ മൊത്തം എല്ലാ ആൾക്കാരും ഉണ്ട്. പുറത്തുനിന്ന് എത്ര മണിക്ക് വരും? രാവിലെ എല്ലാവരും നേരത്തെ എത്തും. 6 മണിയാകുമ്പോൾ എല്ലാവരും. സപ്ലൈ ചെയ്യാൻ എത്ര പേരുണ്ട് ഇതെല്ലാവരും മൊത്തത്തിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ പേര് സീന ഇക്കരപടി. യൂട്യൂബറാണോ? യൂട്യൂബറാണ്, പിന്നെ ചാരിറ്റി പ്രവർത്തകയാണ്. ഞാൻ ഇവിടെ സംഭവിച്ച അന്ന് രാവിലെ 6 മണിക്ക് വന്നതാണ്. ഈ നിമിഷം വരെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു അന്തരീക്ഷം ഒരു സൈലൻ്റാണ്. പക്ഷേ മഴയും ചളിയും ഒക്കെ ആയ സമയത്തൊക്കെ ഇവർ ഇവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. 11:30 മണി 12 മണിയൊക്കെ ആവും ഫുള്ള് ക്ലീൻ ചെയ്ത് പോകണമെങ്കിൽ. അത് രാത്രി 11:30 ഇവരെ കുടുംബത്തിലേക്ക് ഇവർ പോണില്ല. ഇവരിവിടെ തന്നെയാണ് ഫുൾ ടൈം ഇവിടെ നിന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. 563 പേർക്കുള്ള ഭക്ഷണം 3 നേരം, ഇടയ്ക്ക് സ്നാക്സ് അടക്കം 4 നേരം സ്നാക്സ് അടക്കം അല്ലേ? 563 പേരോട് സ്റ്റേ ചെയ്യുന്നത്. അതിന് പുറമെ വരുന്ന മൊത്തം 1500-2000 ആള് ഇവിടെ വരുന്നുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് കാണാൻ വരുന്നവര് എല്ലാവരും വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടോ? ആംബുലൻസ് ഡ്രൈവർമാർ, അങ്ങനെ ഇവിടേക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു. എല്ലാവർക്കുള്ള ഫുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല പഞ്ചായത്തിൽ നിന്ന് 5 ആളാണ്. ഞങ്ങളിപ്പോൾ തുടങ്ങി അന്ന് തൊട്ട് 30-ാം തീയതിയാണ് ഇവിടെ ഇതിങ്ങനെ പൊട്ടിയറിഞ്ഞത്. അന്ന് രാവിലെ ഇവിടെ ഓടിയെത്തിയ ആളുകളാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ വീട്ടിൽ പോകും. 9 മണി 10 മണി പിന്നെ ഭർത്താവിനെ വിളിക്കും, അവരെ കൂടെ അങ്ങനെ പോകുന്നല്ലാതെ ഇവിടുന്ന് ഇവരെ കൂടെ ഞങ്ങളുണ്ട്. എന്തായാലും അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരമായ എല്ലായിടത്തും നിന്ന് ചുറ്റിക്കറങ്ങി എല്ലാ പ്രായമായ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയോ? ഇഷ്ടംമാതിരി കിട്ടി പുതിയ കൂട്ടുകാരൊക്കെ. ഇന്നൊക്കെ ഇവിടെ കുട്ടികളെ കൊടുങ്ങാണ്ട് ഓരോ ഗെയിമൊക്കെ കളിപ്പിച്ചതുകൊണ്ട് അതും ഞങ്ങൾക്ക് അവരെ കുട്ടികളൊക്കെ കുറേ മാറ്റം വന്നിക്കുന്നു. പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അവതരിപ്പിച്ചിരുന്നു. നല്ലൊരു പരിപാടിയാണ്. എനിക്കൊന്ന് ഹരിതകർമ്മ സേനയിലെ ആളുകൾ ഇവിടെ ഇവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കുന്ന ഒരു ക്യാമ്പാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ചെറിയ രീതിയിലൊരു കുഴപ്പം വന്നാൽ പോലും അത് വലിയ രീതിയിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങളാണല്ലോ പുറത്ത് വാർത്തയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുവരെയും ഒരു കുഴപ്പവും ക്യാമ്പിന് വന്നിട്ടില്ല അല്ലേ? എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. മാത്രമല്ല ഇതേപോലുള്ള എന്താ ആവശ്യമുണ്ടെങ്കിൽ ചില ആവശ്യമുണ്ട് അവർ എന്നോട് പറയാറുണ്ട്. എൻ്റെ കയ്യിൻ്റെ പരമാവധി എല്ലാം ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ബൂട്ടായിട്ടും അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയും. അത് ഇന്നത് കിട്ടും,
കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ കിട്ടുന്ന പരമാവധി സംഘടിപ്പിച്ചിട്ട് ഇവിടെ എത്തിക്കുന്നുണ്ട്. വലിയ വിഷമം. ഇവിടെ 3 പഞ്ചായത്ത് പോയി ഞങ്ങൾ ഹരിതകർമ്മസേന പിന്നെ എല്ലാ മാസങ്ങളും പോയിട്ട് ഞങ്ങൾ എല്ലാ മാസവും അവരെ വീട്ടിൽ പോകുന്ന ആളുകളാണ്. ഇവിടെ 3 പിന്നെ വാർഡ് പോയിക്കുന്നത്. ഇവരെ 12 ഞങ്ങളെ പാട്ടാണ് അല്ല, ഞങ്ങളെ കൂടെയുള്ള 9 പേര് ഇപ്പോൾ ക്യാമ്പിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ്. നിങ്ങളുടെ കൂടെയുള്ള വീട് പോയോ? അവരെ വീട് പോയി 2 കുട്ടികൾ പോയി. ഞങ്ങൾ പോയോ? 2 കുട്ടികൾ കൂടെയുള്ളത് കൂടെയുള്ളായിരുന്നു. വീട് പോയി. കുറേ ആൾക്കാർ ക്യാമ്പിലുണ്ട്. പക്ഷേ ആ അവൾ വിംസിലാണ് ഇപ്പോൾ. ഉമ്മ 2 കുട്ടികൾ അവർക്ക് കുറച്ച് സീരിയസ് ആണ്. അവർ ഹോസ്പിറ്റലിലാണുള്ളത്. എത്ര ദിവസം പോകും ഇനി? നിങ്ങൾ പോയാലും നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? ഒരു ദിവസം പോയാലും ഇല്ലേ നമ്മളിവിടെ ഉണ്ടാവും. നമ്മൾ പുത്തുമല പ്രളയം ഉണ്ടായ സമയത്ത് 15 ദിവസം ഇവിടെ ക്യാമ്പ് നടന്നിരുന്നു. ആ 15 ദിവസവും പ്രവർത്തിച്ച മെമ്പർമാർ ആണ് നമ്മൾ കൂടുതൽ ആളുകൾ. മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു. ഒരു മാസം പോയാലും ഉണ്ടാവും. കൂടെ ഞങ്ങളുണ്ടാവും. എത്ര കാലം വരെയാണെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വിക്ടറി ക്ലബ്ബിലെ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എത്ര കാലം ക്യാമ്പ് പ്രവർത്തിക്കുന്നു അത്രയും കാലം ഇവർക്ക് ഭക്ഷണവും അവരുടെ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഇവരുണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ കുടുംബം ഇല്ലല്ലോ യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ മേപ്പാടിയിൽ നിന്നാണ് കുറേ നല്ല മനുഷ്യരെ കണ്ടു. ഇനിയും കുറേ മനുഷ്യരെ നമുക്ക് കാണാനുമുണ്ട്.